സർക്കാരിന്റെ ആളെ കൊല്ലുന്ന സ്ഥലം മാറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയം. ഈ സ്ഥലം മാറ്റത്തിന് പിന്നാലെ കണ്ണൂർ ചൊക്ലി പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആർ ദീപാലേഖ കുഴഞ്ഞു വീണ് മരിച്ചതിൽ പ്രതിഷേധവുമായി ജീവനക്കാർ 1 മണിക്കൂർ ജോലി ബഹിഷ്കരിച്ചാണ് സമരം നടത്തിയത്. മാനദണ്ഡങ്ങൾ മറികടന്ന് അന്യായമായ സ്ഥലം മാറ്റങ്ങൾ നടക്കുന്നുവെന്നാണ് ആരോപണം. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ പരാതി പരിഗണിക്കാതെയാണ് സ്ഥലം മാറ്റം നടപ്പാക്കിയതെന്നും മനോവിഷമമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും ആരോപണം ഉയരുന്നു. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, ഒരു ജീവനക്കാരി ഇങ്ങനെ മരിക്കേണ്ടി വരുന്നൊരു സാഹചര്യം, അവർ അത്രത്തോളം മനോവിഷമത്തിലായിരുന്നുവെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ തെളിവുകളായി ഈ ശബ്ദങ്ങളായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിലിപ്പോൾ പ്രതിഷേധം ആളിക്കത്തുകയാണ്. എന്താണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ കഴിയുന്നത്? ഈ സ്ഥലം മാറ്റങ്ങൾ ഒരു കാര്യവും പരിഗണിക്കാതെ നടക്കുന്നു എന്നുള്ള ആരോപണമുണ്ടല്ലോ, അത് വളരെ ഗൗരവതരമാണ്. റോഷ്നി, തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തിൽ തന്നെയുള്ള ഒരു പരാതി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണം തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇത് ഒരു മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ അല്ലെങ്കിൽ തികച്ചും അന്യായമായ ഒരു സ്ഥലം മാറ്റമാണ് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ NGO യൂണിയൻ ഭാരവാഹികളും ഈ മരണപ്പെട്ടിട്ടുള്ള ദീപലേഖയുടെ ബന്ധുക്കളും ഒക്കെ പറയുന്നത്. കാരണം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അത് ഏത് യൂണിയനിൽപ്പെട്ട ആളുകളായാലും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്തായി കഴിഞ്ഞാലും അതിനകത്തൊക്കെ ഒരു പരിഗണന ലഭിക്കുന്നത് സ്വാഭാവികമായി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ അത്തരത്തിലുള്ളൊരു സ്വാഭാവികമായ പരിഗണന പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ യൂണിയൻ ഭാരവാഹികളും അതുപോലെ തന്നെ ഈ മരണപ്പെട്ടിട്ടുള്ള ദീപലേഖയുടെ ബന്ധുക്കളുമൊക്കെ ആരോപിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ദീപലേഖ തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ട്രാൻസ്ഫർ ഒഴിവാക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് DMOക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു. ആ ഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളും അതിൻ്റെ മെഡിക്കൽ രേഖകളെല്ലാം സഹിതമാണ് ഈ അപേക്ഷ നൽകിയത് എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്നിട്ട് പോലും ഈ പറയുന്ന ട്രാൻസ്ഫറിൽ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇതൊരു പ്രതികാര നടപടിയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ അത്തരമൊരു വൈരാഗ്യത്തോടു കൂടിയുള്ള നടപടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. കാരണം NGO യൂണിയൻ്റെ പ്രവർത്തകയാണ് ദീപലേഖയുടെ ഭർത്താവ് ഒരു സജീവ ഈ പറയുന്ന രീതിയിൽ യൂണിയൻ പ്രവർത്തനത്തിലൊക്കെ ഇടപെടുന്ന ആളാണ്. അതോടൊപ്പം തന്നെ നാടക പ്രവർത്തകരാണ്. ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അതിനകത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് NGO യൂണിയൻ്റെ നേതാക്കളെല്ലാം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് ഇപ്പോൾ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു പ്രാഥമിക പ്രതിഷേധം എന്ന രീതിയിൽ 11 മണി മുതൽ രാവിലെ 11 മണി മുതൽ 12 മണി വരെ അവരുടെ ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ പറയുന്ന ജീവനക്കാർ പുറത്തിറങ്ങി NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഈ പറയുന്ന രീതിയിൽ ഓഗസ്റ്റ് 13-ാം തീയതി ഈ ഒരു വലിയ പ്രതിഷേധം കൂടി കണ്ണൂരിൽ കളക്ടറേറ്റ് മാർച്ചിലേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ ജീവനെടുക്കുന്ന മാനദണ്ഡ വിരുദ്ധ സ്ഥലമാറ്റങ്ങൾ റദ്ദ് ചെയ്യുക, അതുപോലെ തന്നെ ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുക തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് FSCTOയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ഒരു മാർച്ചും പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ KV സുമേഷ് MLAയും MV ജയരാജൻ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട നേതാക്കളും ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നാളത്തെ ഈ കളക്ടറേറ്റ് മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക സമരം അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് ഇന്ന് രാവിലെ 11 മണി മുതൽ 12 വരെയുള്ള 1 മണിക്കൂർ സമയം ഡ്യൂട്ടി ബഹിഷ്കരിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളിലെയും പ്രവർത്തകർ അല്ലെങ്കിൽ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങി നിന്ന് പ്രതിഷേധിച്ചത്. അതാണ് അവരൊക്കെയും വിശ്വസിക്കുന്നത് ഈ ജീവനക്കാരിയുടെ മരണം അതുമായി ബന്ധപ്പെട്ട ഒരു അനീതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്.